നല്ല നിലയിൽ പുരോഗമിക്കുകയാണ്. 2 തവണ കേരളത്തിൽ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് കുറേയധികം സീറ്റുകളെ സംബന്ധിച്ചിട്ടുള്ള ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ യോഗം ചേരുന്നുണ്ട്. ഇലക്ഷൻ കമ്മിറ്റി യോഗവും ചേരുകയാണ്. വേഗത്തിൽ പ്രോസസ്സ് നടക്കുന്നുണ്ട്. പക്ഷേ ഇലക്ഷൻ്റെ പ്രഖ്യാപനം കുറച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഔദ്യോഗികമായ പ്രഖ്യാപനത്തിലേക്ക് എത്താത്തത്. വലിയ തർക്കങ്ങളില്ലാതെ തന്നെ ഇതുവരെ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിൻ്റെ ഗൗരവത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചർച്ചയാണ് നടക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ആകാവുന്ന രൂപത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഇപ്പോഴുള്ള ഒരു കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഏകദേശം എത്ര ശതമാനം സീറ്റുകളിൽ ധാരണയുണ്ട്? അതായത് ചില മണ്ഡലങ്ങളിൽ മാത്രം ഈ ചില സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഇപ്പോൾ പെരുമ്പാവൂരായാലും സുൽത്താൻ ബത്തേരിയൊക്കെ സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. എത്ര മണ്ഡലങ്ങളിൽ നമുക്ക് ഇപ്പോൾ ഒരു കണക്കുകൾ പറയാം? അല്ല, അതിപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം ലീഡർഷിപ്പ് പറയേണ്ടതാണ്. അത് ഞാൻ പറയുന്നത് ശരിയല്ല. പക്ഷേ ആദ്യ ഘട്ടത്തിൽ തന്നെ വളരെ നല്ല പുരോഗതി മുൻകാലങ്ങളിലേക്കാൾ വേഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. 2 വട്ടത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലും നിരവധി സീറ്റുകളിൽ ധാരണയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും നാളെയുമൊക്കെ ആയിട്ട് കുറേയധികം സീറ്റുകളിൽ കൂടി തീരുമാനത്തിലെത്താൻ കഴിയും. അതിനകത്ത് തന്നെ ഇൻഫോർമലായിട്ടും നേതാക്കന്മാർ ആശയവിനിമയം നടത്തുന്നുണ്ട്. UDFുമായി ബന്ധപ്പെട്ട ചില സീറ്റുകളിൽ ധാരണയിലെത്തുമ്പോഴേക്കും അതും കൂടി ചേർത്തിട്ട് തീരുമാനിക്കേണ്ട ചില കോൺഗ്രസ് സീറ്റുകളുമുണ്ട്. ആ സീറ്റുകളും ആ അർത്ഥത്തിൽ തീരുമാനിക്കും. ഇലക്ഷൻ പ്രഖ്യാപിച്ചാലും അതായത് പുറത്തുവിടാൻ തക്കം 50-60 പേരുടെ പട്ടിക സജ്ജമാണെന്ന് നിങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് എന്തിനാണ് ഇത്ര നീണ്ട ചർച്ചകൾ തുടരുന്നത്? ധാരണയുടെ പ്രശ്നം ഇല്ല. ആ സീറ്റുകളുടെ കാര്യത്തിൽ ധാരണയുടെ പ്രശ്നമൊന്നുമില്ല. അതിനുശേഷവും 90-നടുത്ത് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ടല്ലോ. ബാക്കി സീറ്റുകളുണ്ട്. ആ സീറ്റുകളെ സംബന്ധിച്ചും പിന്നെ UDFിനകത്ത് നടക്കുന്ന ചില ചർച്ചകളുണ്ട്. ആ ചർച്ചകളുമായി ചേർന്ന് കിടക്കുന്ന ചില കോൺഗ്രസ് സീറ്റുകളുണ്ട്. ആ സീറ്റുകളെ സംബന്ധിച്ചിട്ടുമുള്ള ചർച്ചകളുണ്ടാകും. അല്ല, ഞാൻ അങ്ങനെ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടൊരു സീറ്റ് എന്ന് പറഞ്ഞില്ല. അതൊന്നും ശരിയല്ല. കോൺഗ്രസ് എല്ലാ തലത്തിലുമുള്ള നേതാക്കന്മാരുമായും പ്രവർത്തകരുടെയും വികാരത്തേക്ക് ഉൾക്കൊള്ളുന്ന സ്ഥാനാർത്ഥികളായിരിക്കും നേതൃത്വം തീരുമാനിക്കുന്നത്, ഇതിൻ്റെ സമിതികൾ തീരുമാനിക്കുന്നത്. അതിനു മുമ്പ് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ പരസ്യ പ്രസ്താവനയും പ്രതികരണവും നടത്തുന്നത് ഈ ഘട്ടത്തിൽ ജനങ്ങൾ കോൺഗ്രസിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അത്തരം ഏത് ഇടങ്ങളിലാണെങ്കിലും അത്തരം പരസ്യ പ്രതികരണങ്ങളിൽ നിന്നും കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും വിട്ടുനിൽക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ച ചില സീറ്റുകൾ അല്ലെങ്കിൽ അദ്ദേഹം ഇന്ന ആൾ പാർട്ടി മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്, പ്രത്യേകിച്ച് തിരുവനന്തപുരം സെൻട്രൽ പോലുള്ള സീറ്റുകൾ പാർട്ടിക്കുള്ളിൽ പിന്നീട് അത് രണ്ടാമതൊരു ആലോചനയിലേക്ക് പോകുന്നുണ്ടോ? പ്രത്യേകിച്ച് അല്ല, അങ്ങനെ ആരും ഇപ്പോൾ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നേതാക്കന്മാരോ ഞങ്ങളൊരു ടീമായിട്ടാണ് ഈ ചർച്ചയെല്ലാം നടത്തുന്നത്. ഞങ്ങളൊരു UDF ഒരു ടീമാണ്, KPCC ഒരു ടീമാണ്. അതിൽ നിന്ന് ഇത്തവണ ഒരു കാരണവശാലും വ്യത്യസ്തമായി വ്യക്തിപരമായ ആഗ്രഹങ്ങളോ തീരുമാനങ്ങളോ ഒന്നും ഉണ്ടാകില്ല. അന്തിമമായി ഈ സീറ്റുകളിലെല്ലാം ഞങ്ങൾക്ക് ജയിക്കണ്ടേ? അപ്പോൾ ജയിക്കാൻ പറ്റുന്ന ഏറ്റവും യോഗ്യനായ സ്ഥാനാർത്ഥി ആരാണോ ആ സ്ഥാനാർത്ഥിയെ പാർട്ടി പിന്നെ മുന്നണി തീരുമാനിക്കും. അപ്പോൾ അതുകൊണ്ട് ആ തീരുമാനത്തെ എല്ലാവരും അംഗീകരിക്കും. മുൻകാലങ്ങളെ അപേക്ഷിച്ച് അത്രയും പോലും ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതിയല്ലോ. കേരള ഹൗസിൽ മുമ്പൊക്കെ സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കുമ്പോൾ എന്തൊരാൾക്കൂട്ടമായിരുന്നു ഇവിടെ. ആ ആൾക്കൂട്ടമൊന്നും ഇപ്പോൾ ഇവിടെ കാണുന്നില്ലല്ലോ. കാരണം അങ്ങനെ ഇപ്പോൾ ആൾക്കൂട്ടം ലോബിയിങ്ങിലൊന്നും ഒരു കാര്യമില്ല. ഇപ്പം നമുക്ക് ഒരുപാട് പാർട്ടി തലത്തിൽ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയെ സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ സംഘടനാ തലത്തിൽ KPCC തന്നെ ശേഖരിച്ച റിപ്പോർട്ടുകളുണ്ട്. അല്ലാതെ AICCക്ക് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയെ സംബന്ധിച്ച് അവർ ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് നല്ല പഠനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഉള്ള വിജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ആൾക്കൂട്ടത്തിൻ്റെയോ ലോബിയിങ്ങിൻ്റെയോ ഒന്നും ഒരു കാര്യമില്ലാത്തതുകൊണ്ടാണ് ആ തിരക്ക് പോലും കുറഞ്ഞിരിക്കുന്നത് ഇവിടെ. അത് തന്നെ ഒരു പോസിറ്റീവായ കാര്യമായിട്ട് നിങ്ങൾക്ക് കണ്ടുകൂടെ?